3-ൽ ബെൻഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ബേസിക് തിയറീസ് പറഞ്ഞിരുന്നു. ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെയും ഏതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ച ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് നോക്കി തറവായിട്ട് പഠിക്കുക. അതുപോലെ ഫ്ലെക്ചറൽ റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്നുള്ള അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക, മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കുക. പിന്നെ നമ്മുടെ സെക്ഷൻ മോഡുലസ് ഓരോ ഷേപ്പിനനുസരിച്ച് ഞാൻ ഇന്നലെ ഒരു ടേബിൾ തന്നിരുന്നു. 6 ഷേപ്പുകളുടെ സർക്കുലർ സെക്ഷൻ, അതേപോലെ റെക്റ്റാങ്കുലർ സെക്ഷൻ, അങ്ങനെ ഓരോ ക്രോസ് സെക്ഷൻ്റെയും സെക്ഷൻ മോഡുലസും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഐയും ഇസഡ് സെക്ഷൻ മോഡുലസ് ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അതിൻ്റെ അകത്ത് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ പ്രോബ്ലം യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ആണ് പ്രീവിയസ്. ഫസ്റ്റ് വൺ, a steel plate of width 120 mm and thickness 20 mm is bent into a circular arc of radius 10 meter. Determine the maximum stress induced and bending moment which will produce the maximum stress. Take E is equal to 2 into 10 raised to 5. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് maximum stress and the bending moment which the maximum stress produce. ബെൻഡിങ് മൊമെൻറ്റ് എം കണ്ടുപിടിക്കാനും മാക്സിമം സ്ട്രെസ്സ് സിഗ്മ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റ് വിഡ്ത്ത് 120 mm, തിക്നെസ് 20 mm. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയിരിക്കും. 120 mm വിഡ്ത്തും ഇവിടെ 20 mm ഡെപ്ത്ത് അല്ലെങ്കിൽ തിക്നെസ്സും ഉള്ളൊരു സ്റ്റീൽ പ്ലേറ്റ്. ഇറ്റ് ബെൻഡ് ചെയ്യുമ്പോൾ സർക്കുലർ ആർക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് ബി എന്ന് എടുക്കാം, 120 mm, തിക്നെസ് 20 mm, റേഡിയസ് 6 തന്നിട്ടുണ്ട് 10 മീറ്റർ, 10 × 10⁻³ mm, യങ്സ് മോഡുലസ് ഇ 2 × 10⁻⁵ Nm². അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ്സും ബെൻഡിങ് മൊമെൻറ്റ്. നമുക്ക് മൊമെൻറ്റ് ഇക്വേഷൻ എഴുതാം. M/I is equal to σ/y is equal to E/r. ഇതല്ലേ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ M/I is equal to σ/y is equal to E/r. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താണ് എം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, 2 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെ നമുക്ക് എന്താണ് ഈ ഒരു വാല്യൂ E/r എന്ന് പറയുന്ന റേഷ്യോ നമുക്കറിയാം. ഇ എത്രയാണ്? 2 × 10⁵ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, എത്രയാണ്? 10 × 10⁻³ mm ആണ്. E/r നമുക്കറിയാം. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? M/I is equal to E/r ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. M/I is equal to E/r ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് I അറിയാമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും? M കിട്ടും. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് σ/y is equal to E/r ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് Y അറിയാമെങ്കിൽ സിഗ്മ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എടുക്കാം. ഒന്നാമത്തെ M/I is equal to E/r എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. M/I is equal to E/r. E അറിയാം, R അറിയാം. അപ്പോൾ I നമുക്ക് കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ എന്ത് സെക്ഷനാണ്? റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ആ ടേബിൾ നിങ്ങൾ നോക്കിക്കോണം. ഇന്നലെ തന്നെ നമ്മളിങ്ങനെ ഒരു ടേബിൾ തന്നിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ 2 ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി വേറെ സെക്ഷൻസ് അതിൻ്റെ ബാക്കി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. അപ്പം നമുക്കെന്താണ് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെക്ഷൻ മോഡുലസ് ഒക്കെ നമുക്ക് ഈ ടേബിളിൽ കാണാം. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is equal to എന്താണ്? BD³/12. B എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്, D എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത് അല്ലെങ്കിൽ തിക്നെസ്. BD³/12 അല്ലെങ്കിൽ തിക്നെസ് ആണെങ്കിൽ BT³/12 എന്ന് നമുക്ക് എടുക്കാം. തിക്നെസ്സും ഡെപ്ത്തും രണ്ടും സെയിം ആണ്. സോ BD³/12 അല്ലെങ്കിൽ BT³/12 എന്ന് നമുക്ക് എന്ത് എഴുതാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എഴുതാം ഫോർ എ റെക്റ്റാങ്കുലർ സെക്ഷൻ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് BT³/12. B തന്നിട്ടുണ്ട്, 120 തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, എത്രയാണ്? 20 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എ തിക്നെസ് 20 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ B × T³/12 mm 8 × 10⁻⁴ mm⁴ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? M/I is equal to E/r എന്നൊരു ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടി? ഫസ്റ്റ് വൺ നമുക്ക് I കിട്ടി. സോ E/r നമുക്കറിയാം. Iയും E/r അറിയാമെങ്കിൽ M കണ്ടുപിടിക്കാം. ഓക്കെ, സോ M is equal to
ഇതിൻ്റെ അകത്ത് എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടുന്ന എന്താണ്, എം മാത്രമാണ്. എമ്മിനെ മാത്രം ഒരു സൈഡിലിടുക. ബാക്കി എന്തുണ്ടാവും, ഇ ബൈ ആർ ഇൻറ്റു ഐ, ഇ ബൈ ആർ ഇൻറ്റു ഐ. ഇ അറിയാം, ആർ അറിയാം, ഐ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ അത്രയും ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 1.6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, മൊമെൻറ്റ് കിട്ടി. ഇനിയും മാക്സിമം സ്ട്രെസ്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ബി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്താണ്, ഈ ഇ ബൈ ആറിനെ എന്ത് ചെയ്യുക, സിഗ്മ ബൈ വൈ വൈയുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ബൈ ആർ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് സിഗ്മയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഈ സിഗ്മയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈ അറിയാമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് സിഗ്മയും കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം, ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു വൈ. അല്ല, ഈ വൈ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇ ബൈ ആർ ഇൻറ്റു വൈ കൊണ്ട് ചെയ്താൽ നമുക്ക് സിഗ്മ കിട്ടും. അപ്പോൾ എന്താണ് വൈ എന്താണെന്നുള്ളത് നമ്മുടെ ഈ ടേബിളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഈ കേസിൽ ഇവിടുന്ന് എന്താണ്, നമ്മുടെ സെൻട്രൽ ആക്സിസിൽ നിന്നും ഏറ്റവും എക്സ്ട്രീമിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മളെപ്പോഴും വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ ടു. അപ്പോൾ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ ടു അല്ലെങ്കിൽ ടി ബൈ ടു എടുക്കുക. ഡെപ്തും തിക്നെസ്സും സെയിം ആയിട്ട് ടി തന്നിട്ടുണ്ട് 20. സോ വൈ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 10 ആയിരിക്കും. സോ ഈ വൈക്ക് പകരം എന്ത് ചെയ്യുക, 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ അറിയാം, ആർ അറിയാം, വൈയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ എത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു വൈ. സോ മാക്സിമം സ്ട്രെസ് എന്നുള്ളപ്പം ഒരു മാക്സിമം വൈ എന്നിട്ടെന്നേ ഉള്ളൂ. സെയിം നമ്മളിപ്പോൾ ചെയ്ത് തന്നെ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു വൈ ചെയ്താൽ മതി. ഇ അറിയാം, ആർ അറിയാം, വൈ 10 ആണ്. അത്രയും ചെയ്യുമ്പോൾ 200 കിട്ടും. 200 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും നമ്മുടെ മാക്സിമം സ്ട്രെസ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഞാനത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എ റൗണ്ട് ബാർ 8 cm diameter is to be used as a beam. Find the maximum allowable bending moment. ബെൻഡിങ് മൊമെൻറ്റ് എം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഈസ് ലിമിറ്റഡ് ടു 140 ന്യൂട്ടൺ പെർ mm². സ്ട്രെസ് സിഗ്മ തന്നിട്ടുണ്ട് നമുക്ക്. ഓൾസോ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. റേഡിയസ് ഓഫ് കർവേച്ചർ 6 കണ്ടുപിടിക്കാനും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇ ഈസ് ഈക്വൽ ടു 210 കിലോ ന്യൂട്ടൺ പെർ mm². അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. എ റൗണ്ട് ബാർ 8 cm ഡയമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 80 mm ആയിരിക്കും ഡയമീറ്റർ. ആൻഡ് മാക്സിമം സ്ട്രെസ് തന്നിട്ടുണ്ട് സിഗ്മ അല്ലെങ്കിൽ സിഗ്മ ബി മാക്സ് ഈസ് ഈക്വൽ ടു 140 ന്യൂട്ടൺ പെർ mm². പിന്നെ തന്നിട്ടുള്ള യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൽ ടു 210 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm². കിലോ ന്യൂട്ടൺ പെർ mm²നെ ന്യൂട്ടൺ പെർ mm²ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് വൺ എന്താണ്, ദ മാക്സിമം ഫൈൻഡ് ദ മാക്സിമം അലവബിൾ ബെൻഡിങ് മൊമെൻറ്റ്. എം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ അതേപോലെ എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അങ്ങനെ ചെയ്യുക. എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇത് നമ്മൾ എഴുതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എം ബൈ ഐനെ നമ്മൾ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഒന്നെങ്കിൽ സിഗ്മ ബൈ ബി ബൈ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇ ബൈ ആറുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് 6 അറിയത്തില്ല, കാരണം 6 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇ ബൈ ആറുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിഗ്മ ബൈ വൈയുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇക്വേറ്റ് ചെയ്യാൻ. എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബി ബൈ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ അറിയണം, സിഗ്മ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വൈ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. സോ അപ്പം എന്തൊക്കെയാണ്, സിഗ്മ ബി, വൈ, ഐ, ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എം എന്ന് പറയുന്ന നമ്മുടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഒന്നാമത് സിഗ്മ ബി, ഐ, വൈ. സിഗ്മ ബി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 114 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ സിഗ്മ ബി എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം കിട്ടി, സിഗ്മ ബി കിട്ടി. ഇനി നെക്സ്റ്റ് വൺ വൈ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ എന്ത് സംഭവമാണ്, സർക്കുലർ സെക്ഷനാണ്. സർക്കുലർ സെക്ഷൻ്റെ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ബൈ
2 ചെയ്താൽ മതി. അപ്പം 80 mm പകുതി 40 mm, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള d is equal to 80. സോ y is equal to d/2 is equal to 40 mm എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? വൈയും കിട്ടി. ഇനി നെക്സ്റ്റ് വൺ ഐ കണ്ടുപിടിക്കുക. ഐ കണ്ടുപിടിക്കാനായിട്ട് ഐ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ സർക്കുലർ സെക്ഷൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു പൈ d/4/64 എടുക്കുക. ഈ ടേബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും തരത്തില്ല, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. സോ ഈ ഇക്വേഷൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്ലൈഡ്സിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എക്സാമിന് ഇതെല്ലാം ഇക്വേഷൻ പഠിച്ചിട്ടേ പോകാവുള്ളൂ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു പൈ d/4/64. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു പൈ d/4/64 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ ഇസ് ഈക്വൽ ടു പൈ d/4/64. പൈ ഡി എത്രയാണ്? 80 mm. 80/4/64. ആൻസർ 2.01 × 10⁶ mm⁴ കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? നമുക്കിവിടെ നമ്മുടെ ഐയും കിട്ടി. സോ സിഗ്മ കിട്ടി, വൈ കിട്ടി, ഐ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടും? സിമ്പിളായിട്ട് എം കിട്ടും. സോ എം ഈസ് ഈക്വൽ ടു E/R. ഇ എത്രയാണ്? 140. R 40. E/R ഇൻറ്റു 2.01 × 10⁶ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 7.03 × 10⁶ ന്യൂട്ടൺ mm എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. സോ നിങ്ങളിത് കൃത്യമായിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി, എം കിട്ടി. ഇനി രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. 6 കണ്ടുപിടിക്കാനാണ് നമ്മൾ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്, റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വീണ്ടും നമ്മൾ എവിടേക്ക് വരിക? നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇക്വേഷനിലേക്ക് വരിക. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? മൊമെൻ്റ് ഇക്വേഷൻ്റെ അകത്തെ ഈ 6 കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊമെൻ്റ് ഇക്വേഷൻ്റെ അകത്തെ 6 കണ്ടുപിടിക്കാനായിട്ട് E/R-നെ ഒന്നെങ്കിൽ M/IU ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ σ/y ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ σ/y ഈസ് ഈക്വൽ ടു E/R എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്തു. σ/y ഈസ് ഈക്വൽ ടു E/R. സിഗ്മയുടെ വാല്യൂ നമുക്കറിയാം 140, വൈയുടെ വാല്യൂ 40. ഈ തന്നിട്ടുണ്ട് 210 × 10⁻3. അപ്പോൾ എന്താണ് അതിൻ്റെ അൺനോൺ എന്ന് പറയുന്നത്? ഈ 6 മാത്രമേ ഉള്ളൂ. 6 മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയെല്ലാം വേറൊരു സൈഡിലേക്ക് മാറ്റി കഴിയുമ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6 × 10⁴ mm എന്ന് കിട്ടും. R ഈസ് ഈക്വൽ ടു 6 × 10⁴ mm അല്ലെങ്കിൽ 60 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഇത് നമ്മൾ നേരത്തെ പഠിച്ച യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ലോഡിൻ്റെ കേസും ക്യാൻഡിലിവർ ബീമിൻ്റെയൊക്കെ കേസുമായിട്ടൊക്കെ അത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊരു ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസിലുള്ള പ്രോബ്ലം തന്നെയാണ്. എ ക്യാൻഡിലിവർ ബീം. എന്താണ് ക്യാൻഡിലിവർ ബീം എന്നറിയാലോ? ഒരു എൻഡ് ഫിക്സ്ഡും നെക്സ്റ്റ് എൻഡ് ഫ്രീ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബീമിനെയാണ് നമ്മൾ ക്യാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. എ ക്യാൻഡിലിവർ ബീം AB ഓഫ് ലെങ്ത് 2 meter carries a uniformly distributed load of 12 kN/meter over entire length. Find the shear stress and bending stress if the size of the beam is 230 × 300 mm. ബീമിന് 2 meter ലെങ്ത് ഉണ്ട്. അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 230 × 300 mm ആണ്. അതിൻ്റെ ലെങ്ത് 2 meter ആണ്. ഒരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 12 kN/meter ആണ്. അപ്പോൾ 12 kN/meter എന്ന് പറയുന്നത് പി ലോഡാണ്. അതിന് 12 × 10⁻³ Nm/meter എന്നാക്കാം. കിലോന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് മാറ്റി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പെർ മീറ്ററിലേക്ക് മാറ്റി. അപ്പം കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ, ഷിയർ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനും ബെൻഡിങ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനും. 2 കാര്യങ്ങൾ, ഷിയർ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനും ബെൻഡിങ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടൊരു ലോഡ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് M = എന്തായിരിക്കും? ആ ലോഡ് ഇൻറ്റു അത് എത്ര ലെങ്തിൽ പോകുന്നു, W × X എന്നായിരിക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ. ഇങ്ങനെ ലോഡ് വരുമ്പം W × X എന്നായിരിക്കും ലോഡ്. അത് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഹാഫിലായിരിക്കും, X/2 എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിന് മുമ്പത്തെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ വരച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പം W × X എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ്. ഇവിടുത്തെ W എത്രയാണ്? 12 ആണ്. X എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്കിതിനെ എന്തെഴുതാം? W 12 × 2 24 kN എന്ന് നമുക്ക് എഴുതാം. ലോഡ്.
അല്ലെങ്കിൽ അവിടുത്തെ ലോഡല്ല ബെൻഡിങ് മൊമെൻറ്റ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കിട്ടി, W ഇൻറ്റു L എന്ന് നമുക്ക് എഴുതാം. W എത്രയാണ്, 12 ഇൻറ്റു 2 ആണ്. ഇത് കിലോ ന്യൂട്ടൺ മീറ്ററിൽ ഉള്ളതിനെ എന്ത് ചെയ്യുക, കിലോ ന്യൂട്ടൺ MM-ലേക്ക് നമുക്ക് മാറ്റണം. കിലോ ന്യൂട്ടനെ മാറ്റാനായിട്ട് 10⁻3, മീറ്ററിനെ മാറ്റാനായിട്ട് 10⁻3, അപ്പോൾ ടോട്ടൽ 10⁻6 ആവും. ആൻസർ 24 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ MM എന്ന് കിട്ടി. അപ്പം M നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താണ്, സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫ്ലെക്ചർ റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചത് എന്താണ്, ഫ്ലെക്ചർ റിജിഡിറ്റി അല്ലെ സ്ട്രെങ്ത് M ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു Z. സിഗ്മ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്, Z എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ്. സോ M ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു Z. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സിഗ്മ കണ്ടുപിടിക്കാനായിട്ട് M/Z ചെയ്താൽ മതി. M/Z ഈസ് ഈക്വൽ ടു സിഗ്മ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി M കിട്ടി. എത്ര കിട്ടി, M-ൻ്റെ വാല്യൂ 24 കിട്ടി. ഇനി Z ഇവിടെ കിട്ടിയാൽ മതി. സംഭവം എന്താണ്, നമ്മുടെ ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ Z-ൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BD²/6 അല്ലെങ്കിൽ I/Y ചെയ്താൽ മതി. BD²/6 ആണ് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ. സോ സെക്ഷൻ മോഡുലസ് Z ഈസ് ഈക്വൽ ടു BD²/6. ദാറ്റ് ഈസ് B എന്ന് പറഞ്ഞാൽ 230, D എന്ന് പറഞ്ഞാൽ 300. 230 ഇൻറ്റു 300 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6, BD²/6 ചെയ്യുമ്പം ആൻസർ 3.45 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, Z-ൻ്റെ കിട്ടി. അപ്പോൾ ലോഡ് Z നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ M അറിയാമെങ്കിൽ നമുക്ക് സിഗ്മ കിട്ടും. സോ സിഗ്മ ഈസ് ഈക്വൽ ടു M/Z. M 24 ഇൻറ്റു 10⁻6, Z 3.45 ഇൻറ്റു 10⁻6. സോ സിഗ്മയുടെ ആൻസർ 6.95 Nm² എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. സോ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നമ്മൾ ഇന്നലെയും പഠിച്ചിരുന്നു. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ലോഡ് എത്രയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാണ് നമുക്കറിയാം. ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ P അല്ല കേട്ടോ. P എന്ന് പറയുന്നത് ഇവർ ലോഡെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടറിലായിട്ട് നമ്മൾ മാറ്റുമ്പോൾ ലോഡ് എന്തായിട്ട് മാറും, ഈ P ഇൻറ്റു ടോട്ടൽ ലെങ്ത്. സോ 12 ഇൻറ്റു 2 24 ആയിട്ട് മാറി. സോ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ലോഡ് അപ്പോൾ എത്രയാണ്, 12 ഇൻറ്റു 2 10⁻3 നമ്മൾ കൺവേർഷന് വേണ്ടി കൊടുത്താണ്. സോ 12 ഇൻറ്റു 2 24 ഇൻറ്റു 10⁻3 ആയിരിക്കും ലോഡെന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്തായിരിക്കും, സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത്. നമുക്ക് സെക്ഷൻ കണ്ടാൽ അറിയാം. ഇത് എത്രയാണ്, 230 300. ഇത് 300 ആണ്. അപ്പോൾ 230 ഇൻറ്റു 300 ചെയ്താൽ മതി. അപ്പോൾ mm² കിട്ടും. സോ 230 ഇൻറ്റു 300 ഇവിടെയാണ് 230 ഇൻറ്റു 300. ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം അറിയാം അല്ലേ. ലോഡിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ലോഡ് അറിയാം. P എന്ന് പറയുന്നത് 12 ഇൻറ്റു 10⁻3 ഇൻറ്റു 2 ലോഡ് കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 230 300. സോ വാല്യൂസ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ന് കിട്ടും 0.348 Nm² എന്ന് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലംസ്. നമുക്കിനിയും കണ്ടിന്യൂസ് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഓക്കെ.